1200, 1500, 1510, 1800, 1810, 1990, 1990, 2010, 2020. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. നമ്മുടെ ചാനലിൽ ഒരിക്കലും ജാതി, മതം, രാഷ്ട്രീയം ഇത് മൂന്നും സംസാരിക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്ന മതമല്ല, പകരം ചില ദൈവങ്ങളെ വിറ്റ് കാശുണ്ടാക്കുന്ന വൃത്തികെട്ട ആൾക്കാരുടെ കഥയാണ്. സ്ഥലം മറ്റെവിടെയുമല്ല, നമുക്കെല്ലാം പ്രിയപ്പെട്ട ഗുരുവായൂരാണ്. കുറച്ച് നാൾ മുൻപ് നമുക്കറിയാം, ഒരു മുസ്ലിം പെൺകുട്ടി ജസ്ന എന്ന് പറഞ്ഞു ഒരുപാടധികം സൈബർ ബുള്ളിങ് നേരിട്ടൊരു വ്യക്തിയാണ്. മുസ്ലിം ആയിരുന്നിട്ട് കൂടി കൃഷ്ണന്റെ ചിത്രം വരച്ചു എന്ന് പറഞ്ഞു അസലായിട്ട് അതിമനോഹരമായിട്ട് കൃഷ്ണന്റെ ചിത്രം വരച്ച് അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിനും അവർ ചിത്രം കൊടുക്കേണ്ടായി. അപ്പോൾ പല ആൾക്കാരും സോഷ്യൽ മീഡിയ വഴി അവരെ സൈബർ ബുള്ളിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. മതത്തെ വിറ്റ് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് ഇവർ അവരുടെ കച്ചവടം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ വരുമ്പോൾ, ഗുരുവായൂർ വരുമ്പോൾ മാത്രം തട്ടമിടുന്നില്ല, ബാക്കി സമയങ്ങൾ മുഴുവൻ തട്ടമിട്ടാണ് നടക്കുന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ ഒരു കാര്യം സംസാരിക്കാനുള്ള റീസൺ, എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു തന്നു. ഇത് അയച്ചു തന്നിട്ട് 2-3 ദിവസമായി. എനിക്ക് കുറച്ച് ടൈമിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് ഇതേക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തത്. എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതൊരു പക്ഷേ ജസ്ന തന്നെ കൈകൊണ്ട് വരച്ച ചിത്രം, അവിടെ സമർപ്പിച്ച ചിത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ആൾക്കാർ കൊണ്ട് സമർപ്പിക്കാറുണ്ട് ഭഗവാന്. അത് വിളക്കാകാം, ഗോൾഡ് കോയിൻസ് ആവാം, അതല്ലെങ്കിൽ പട്ടാവാം, അങ്ങനെ പലതും, പൂവ് മുതൽ സ്വർണം വരെ സമർപ്പിക്കാറുണ്ട്. അങ്ങനെ ഈ പറയുന്ന ജസ്ന സമർപ്പിച്ച ഒരു ചിത്രമാണ് ഇതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ചിത്രത്തെ അവിടെയുള്ള സ്റ്റാഫുകൾ ലേലം ചെയ്യുന്ന കാഴ്ചയാണ്. ഒരു വ്യക്തിയുടെ കരവിരുത് അവരെത്ര ആഗ്രഹിച്ച്, എത്ര മനസ്സിൽ ഭഗവാനെ വിചാരിച്ചായിരിക്കും ഈ ചിത്രം വരച്ചിട്ടുണ്ടാവുക. ഇത് അവിടെ സമർപ്പിച്ചത് അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ ഇത് തൂക്കിയിടാൻ വേണ്ടിയായിരിക്കും, വരുന്ന ആളുകൾ കാണാൻ വേണ്ടിയായിരിക്കും. പക്ഷേ അതിനെ പോലും വിറ്റ് കാശാക്കുന്ന കുറെ വൃത്തികെട്ട ജന്മങ്ങൾ പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ അവിടെ വരുന്ന വിളക്കുകൾ വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് നിങ്ങൾ അത് വിറ്റോ, ലേലം വെച്ചോളൂ. അവിടെ കൊണ്ടുവരുന്ന കിണ്ടിയോ അല്ലെങ്കിൽ മറ്റ് ചെമ്പ് പാത്രങ്ങളോ ഇതൊന്നും വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ലേലം വിളിക്കാം, ആൾക്കാർ വാങ്ങാനുണ്ട്. പക്ഷേ അതൊക്കെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് വെക്കുന്ന സാധനങ്ങളാണ്, മറ്റു കടകളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെക്കുന്നതാണ്. എന്നാൽ ഇത് ഒരു വ്യക്തി മനസ്സറിഞ്ഞ് തന്റെ കഴിവിനെ ഉപയോഗിച്ച് എത്രയോ ദിവസങ്ങൾ സമയമെടുത്ത് വരച്ചെടുത്ത ഒരു ചിത്രം, അതിമനോഹര ചിത്രം, അതിനെ എങ്ങനെ ലേലം ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്ത് വൃത്തികെട്ട പരിപാടിയെ കാണിക്കുന്നതെന്ന്. ഭഗവാനെ പോലും വിറ്റ് കാശുണ്ടാക്കുന്ന കുറെ ജന്മങ്ങൾ. ഇതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ല. ഈ ലേലം വിളിക്കുന്ന ആളെ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഈ ചിത്രം ലേലം പോയോ എന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇത് ചെയ്യാൻ കാണിച്ച ആ ഒരു വൃത്തികെട്ട മനസ്സ്, ഇത് ഈ ഒരു വീഡിയോ ചിലപ്പോൾ ആ വ്യക്തി കാണുകയാണെങ്കിൽ അവരുടെ മനസ്സ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. ഇതിന് ജസ്നയല്ല വരച്ചത്, മറ്റൊരാളായിക്കോട്ടെ. അപ്പോൾ അവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും. ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല. ശരിക്കും ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതിപ്പോൾ ശബരിമല ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗുരുവായൂർ ആയിക്കോട്ടെ, ദൈവത്തെ കാണണമെങ്കിൽ സ്പെഷ്യൽ കാശ് കൊടുക്കണം. 5000 രൂപ ഉണ്ടെങ്കിൽ 5 പേർക്ക് കയറാം, അല്ല 4000 രൂപ ഉണ്ടെങ്കിൽ 5 പേർക്ക് കയറാം, 1000 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് കയറാം, ക്യൂ ഇല്ലാണ്ട്. ഈ രീതിയിലേക്ക് ഭഗവാനെ വരെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പണ്ടൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ കാണുന്നത്, QR കോഡ്. കാണിക്കുവഞ്ചിയുടെ ഫ്രണ്ടിൽ QR കോഡ്, കോയിൻ ഇല്ലെങ്കിൽ നോട്ട് ഇടാൻ വേണ്ടി. കാരണം അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ചില്ലറ കാശാണല്ലോ ഇടുന്നത്. അപ്പോൾ അതിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ QR കോഡ്. ഇപ്പോൾ 1 രൂപ എന്തായാലും നമ്മൾ ഗൂഗിൾ പേ ചെയ്യില്ല, അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യില്ല. പകരം മിനിമം 10 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ ചെയ്യത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ വരവ് കൂടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ കാരണം, ഈ ഒരു ചിത്രം എത്ര മനോഹരമായ ചിത്രമാണ്. അവരുടെ മനസ്സിൽ വിചാരിച്ചത് ഭഗവാന്റെ മുന്നിൽ അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് എല്ലായ്പ്പോഴും കാണുമല്ലോ എന്നായിരിക്കാം. അതിനെയാണ് നിസ്സാര വിലയ്ക്ക് 1500 രൂപ. വലിയ വിലയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1500 രൂപ വിളിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് വില കൂട്ടി പോകുന്നുണ്ട്. ലേലം വിളിക്കാനും ആൾക്കാരുള്ളതുകൊണ്ടാണല്ലോ വിളി കയറി പോകുന്നത്. പക്ഷെ ഒരാൾ പോലും ചോദിക്കുന്നില്ല ഇതെന്തിന് നിങ്ങൾ ലേലം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തെ പോലും ചിലപ്പോൾ ഇവരെ അടുത്ത് വിറ്റ് കളയും. പറയാൻ പറ്റില്ല. അതും പറയും നാളെ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും അവിടെ വയ്ക്കാൻ സ്ഥലമില്ല. വേണമെങ്കിൽ അവർ അതും ചെയ്യും. എനിവേ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.